ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ മെച്ചപ്പെട്ട ആരോഗ്യത്തിന് ആയുർവേദ ചര്യകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ദേശീയ ആരോഗ്യ ദൌത്യം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496556321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഡോക്ടർ സ്മിത എസ് ശിവനൊപ്പം സ്റ്റുഡിയോയിൽ MS ആശ. പരിപാടിയിലേക്ക് ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ദേശീയ ആരോഗ്യ ദൌത്യം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവനാണ്. മെച്ചപ്പെട്ട ആരോഗ്യത്തിന് വേണ്ട ആയുർവേദ ചര്യകൾ എന്നതാണ് നമ്മുടെ വിഷയം. മെച്ചപ്പെട്ട ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിൽ ആയുർവേദം എന്തൊക്കെ കാര്യങ്ങളാണ് അനുശാസിക്കുന്നത്, ആയുർവേദ വിധിപ്രകാരമുള്ള ജീവിത ചര്യകൾ എങ്ങനെയാണ് എന്നെല്ലാമുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ മറുപടി നൽകുന്നതായിരിക്കും. ശ്രോതാക്കൾക്ക് 12 മണിവരെ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദ ചര്യകളും നമുക്ക് ഡോക്ടറുമായിട്ട് സംസാരിക്കാം. ഡോക്ടർ, ഇന്നത്തെ കാലത്ത് മലയാളികളെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണല്ലോ ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ തെറ്റായ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ എന്ന് തന്നെയാണോ ആയുർവേദവും ജീവിതശൈലി രോഗങ്ങളെ പറ്റി പറയുന്നത്? അതെ, തീർച്ചയായും തെറ്റായ ജീവിതശൈലി കൊണ്ട് തന്നെ വരുന്ന രോഗങ്ങളാണ് ജീവിതശൈലീജന്യ രോഗങ്ങൾ. അതായത് ഒട്ടും ശ്രദ്ധിക്കാതെ തന്നെയുള്ള ഭക്ഷണ രീതി, വ്യായാമത്തിന്റെ കുറവ്, ഉറക്കത്തിന്റെ കുറവ്, ഇതെല്ലാം ജീവിതശൈലീജന്യ രോഗങ്ങൾക്ക് കാരണമായി തീരും. നമുക്കറിയാം, വളരെ പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് കാണുന്ന രക്താതിസമ്മർദ്ദം, അതേപോലെ തന്നെ ഹൈപ്പർ കൊളസ്ട്രീമിയ, കൊളസ്ട്രോൾ അധികരിച്ചു വരുന്ന ഒരു പ്രയാസം, അതേപോലെ തന്നെ അമിതവണ്ണം, ഇതുപോലുള്ള ഒട്ടനവധി രോഗങ്ങളാണ് ജീവിതശൈലീജന്യ രോഗങ്ങളായി നമ്മൾ കാണുന്നത്. ഇവിടെയൊക്കെ കൃത്യമായിട്ടുള്ള ദിനചര്യയും ഋതുചര്യയും സ്വസ്ഥവൃത്തവും ഒക്കെ പാലിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരം രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനാവും. ദിനചര്യ എന്ന് പറയുന്നത് കൃത്യമായ ഡെയിലി റുട്ടീൻ. അതാണ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഉള്ള കാര്യങ്ങളാണ്. രാത്രിചര്യ പ്രത്യേകം അനുശാസിക്കുന്നു. അതേപോലെ തന്നെ ഋതുചര്യ പറയുന്നു. ഓരോ ക്ലൈമറ്റിലും നമ്മൾ അനുശാസിക്കേണ്ട ജീവിതശൈലി മാർഗങ്ങൾ. അതുപോലെ തന്നെ സ്വസ്ഥവൃത്തം, അതായത് കൃത്യമായിട്ട് നമ്മളുടെ മാനസിക ആരോഗ്യത്തിനെ നമ്മൾ എത്രത്തോളം ഭംഗിയായിട്ട് നിലനിർത്തി പോകുന്നു എന്നുള്ളതും ഇതിനൊരു പ്രധാന വസ്തുതയാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യത്തെ കോളർ ഉണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഇത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് തലവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അച്യുതാനൻ എന്ന് പറഞ്ഞ ഒരാളാണ് വിളിക്കുന്നത്. ഓക്കെ, സ്വാഗതം. ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ. ഡോക്ടർ, എനിക്ക് കുറെ വർഷമായിട്ട് നട്ടലിന് അകൽച്ചയുണ്ട്. നട്ടലിന് വേദന, ശരീരം വേദന, മൊത്തം വേദനയായിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ മരുന്ന് മേടിച്ചിട്ട് ഒരു മാറ്റം കാണുന്നില്ല. 2-3 ആഴ്ചയായിട്ട് ഞാൻ ആയുർവേദ മരുന്ന് കഴിക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഈ നട്ടലിന് അകലിച്ച ശരീരം മുഴുവൻ വേദന എന്ന് പറയുമ്പോൾ അത് എന്ത് തരത്തിലുള്ള ഒരു രോഗമാണ്? കാരണം നട്ടല് വേദന പല തരത്തിൽ വരും. ഇപ്പോൾ LVDP മുതൽ സാധാരണ വരുന്ന ഒരു മസിൽ പെയിൻ, ഒരു മസ്കുലാർ പെയിൻ അല്ലെങ്കിൽ ഒരു ജോയിന്റ് പെയിൻ വരെ ആകാം. അപ്പൊ അത് ശരിക്കും എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊരു ഡയഗ്നോസിസിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പൊ കൃത്യമായിട്ടും തൊട്ടടുത്തുള്ള ഒരു സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടറെ കണ്ട് അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള കൺസൾട്ടേഷനും അതേപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനും അതിൽ കൃത്യമായ ഡയഗ്നോസിസിലേക്ക് എത്തിയിട്ട് കൃത്യമായ ഒരു മരുന്നുകളും കൂടി നമ്മൾ സേവിക്കുകയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. ആയുർവേദത്തിന് ഒരുപാട് മരുന്നുകൾ, ചികിത്സകളും ഒക്കെ ഇതിനു വേണ്ടിയിട്ട് അനുശാസിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും LVDP പോലുള്ള കേസുകൾക്ക് പോലും നമുക്ക് ട്രീറ്റ്മെന്റുകൾ ഉൾപ്പെടെ വരുന്ന ഒരുപാട് ചികിത്സകൾ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് പരിചരിക്കാവുന്നതേ ഉള്ളൂ. ഈ നട്ടലിനെ അകൽച്ച എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അത് IVDP ആയിരിക്കണം ഉദ്ദേശിക്കുന്നത്, അല്ലേ? ശരീരത്തിന് ഭയങ്കര തളർച്ചയും വേദനയൊക്കെ ഉണ്ട്. നാട്ടുതളർച്ചയും ശരീരം. അപ്പൊ അത് സാധാരണ ഒരു സന്ധിഗതവാദമാണോ അതോ മറ്റെന്തെങ്കിലും കൃത്യമായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് കൃത്യമായി ചെയ്യേണ്ടതാണോ എന്നുള്ളത് നേരിട്ടൊരു ഡോക്ടറെ ചെന്ന് കണ്ട്, ഇപ്പം മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ എന്തായാലും ആയുർവേദ മരുന്നിന് അതിൻ്റെതായ ഒരു എഫക്റ്റ് ഉണ്ട്. എന്തായാലും അത് കുറഞ്ഞു വരും. കൃത്യമായ ഒരു ഡയഗ്നോസിസിലെത്തി കറക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഡോക്ടർ പറയുന്നത് പോലെ ചെയ്ത് മരുന്നുകൾ കഴിച്ചോളൂ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ പല ആൾക്കാരുടെയും പ്രശ്നം പല മരുന്നുകൾ അവർ പരീക്ഷിക്കും. ഇപ്പോൾ അലോപ്പതി, ഹോമിയോപ്പതി, അങ്ങനെ ഒരു അസുഖത്തിന് ക്യൂർ തേടി അവർ ആര് പറഞ്ഞാലും ആ മരുന്ന് അല്ലെങ്കിൽ ആ ഡോക്ടറിനെ പോയി കാണുകയും പരീക്ഷിക്കുകയും ചെയ്യും. പക്ഷെ ആയുർവേദത്തിനെ പറ്റി പറയുമ്പോൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് നാൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ എന്നുള്ളത് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിമിതിയായിട്ട് തോന്നിയിട്ടുണ്ടോ? ശരിക്കും കൃത്യമായൊരു ഡയഗ്നോസിസിലേക്ക് എത്തുകയും കറക്റ്റായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും ആ രോഗം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ചികിത്സ കൊടുക്കുകയാണെങ്കിൽ അത്ര വലിയൊരു ദൈർഘ്യമൊന്നും എടുക്കില്ല. പിന്നെ പ്രത്യേകിച്ചും നമ്മുടെ മരുന്നുകൾക്കൊന്നും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മെഡിസിൻസ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും അതിലേക്കായിട്ട് തന്നെ പലരും നമ്മളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. രോഗത്തിന്റെ ക്രോണിസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഈ രോഗത്തിന് എത്രത്തോളം സമയമെടുത്ത് മരുന്ന് കഴിക്കണം എന്നുള്ളത് വരുന്നത്. വളരെ അക്യൂട്ട് ആയിട്ടുള്ള കേസും ക്രോണിക്
ആയിട്ടുള്ള കേസുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചിലപ്പം കാലദൈർഘ്യം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതല്ലാതെ ഒരു വലിയ വ്യത്യാസം വരാൻ ചാൻസ് ഇല്ല. പിന്നെ കൃത്യമായിട്ട് നമുക്ക് ആ രോഗം ചികിത്സ ചെയ്ത് ഭേദമാക്കി അവരെ ഒരു പഴയ രീതിയിലേക്ക് എത്തിക്കണമെങ്കിൽ അതിനെന്തായാലും കുറച്ച് സമയമെടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ മരുന്നുകൾ കൊടുത്ത് അപ്പോഴത്തേക്ക് മാത്രം ഒന്ന് സപ്രസ് ചെയ്ത് ആ രോഗം വെച്ചിട്ട് അത് പിന്നീട് വീണ്ടും ഉടലെടുക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ അത് വരാതെ ഒരു രോഗം വന്നാൽ കൃത്യമായിട്ടും അതിനെ ചികിത്സിച്ച് ഭേദപ്പെടുത്തി നമ്മൾ അതിനെ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. ഇപ്പോൾ ഒരു അസുഖം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാളും കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ പരിപാടിയിൽ ഡിസ്കസ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു ജീവിതചര്യ, നേരത്തെ പറഞ്ഞ പോലെ ദിനചര്യ, ജീവിതചര്യ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം മുതലേ അത് ശീലിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മൾ മാനേജ് ചെയ്യുന്നതിനോ ഉള്ള ഒരു ഇതെങ്ങനെയായിരിക്കും? ജനറ്റിക് ഡിസോർഡേഴ്സ് ഒഴികെ ബാക്കി എല്ലാ രോഗങ്ങളും, ജീവിതശൈലീജന്യ രോഗങ്ങൾ ഉൾപ്പെടെ വരുന്ന ഈവൻ ഒരു പനി പോലും നമ്മളായിട്ട് വരുത്തി വെക്കുന്ന അസുഖമാണ്. കാരണം ആ ഋതുവിനനുസരിച്ച് നമ്മൾ ജീവിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് മഴക്കാലം ആകുമ്പോഴത്തേക്കും പനി വരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ആ സമയത്ത് എടുക്കേണ്ട ഒരു പ്രോട്ടോകോൾസും പാലിക്കാതെ നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് ജീവിച്ചു തീർക്കുക. എപ്പോഴെങ്കിലും ഉറങ്ങുക, എപ്പോഴെങ്കിലും എണീക്കുക, എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഭക്ഷണം കഴിക്കുക, ഒരു കാര്യവും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ രോഗങ്ങളൊക്കെ വന്നുപെടാം. അതുകൊണ്ട് മാത്രമാണ് രോഗങ്ങൾ വന്നുപെടുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു. ആയുർവേദം പ്രത്യേകം പറയുന്നത് ഒരു അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ അപ്പുറം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് ആയുർവേദം പോകുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ആയുർവേദ ആചാര്യന്മാരെല്ലാം പുസ്തകങ്ങളിൽ പോലും പറഞ്ഞിരിക്കുന്നത് ആദ്യം തന്നെ രോഗം വരാതിരിക്കുവാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ചികിത്സ പഠിക്കുന്നത് പോലും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രോഗം വരാതിരിക്കുന്നതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം കൃത്യമായൊരു ദിനചര്യയും ഋതുചര്യയും ഒക്കെ കീപ്പ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിക്ക് ഒട്ടനവധി രോഗങ്ങൾ വരാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇമ്മ്യൂണിറ്റി നമുക്ക് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതിനേക്കാളും അതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ, കൃത്യമായിട്ട് നമുക്ക് അതിനെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? അരുണ. ഓക്കെ, ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ, എനിക്ക് 3 വയസ്സിൽ പോളിയോ വന്ന് 2 കാലം തളർന്നതാണ്. നടക്കുമ്പോൾ ഒരു കാലം ബാക്കിലോട്ട് അങ്ങ് ബെൻഡ് ചെയ്ത് വളഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ കാലിപ്പേഴ്സ് ഒക്കെ ഉപയോഗിച്ച് നടക്കുമായിരുന്നു. ജോലിയൊക്കെ ഉണ്ടായിരുന്നു, റിപ്പയർ ചെയ്ത്. ഇപ്പോഴാണെങ്കിൽ എനിക്ക് മസിലിനൊക്കെ ഭയങ്കര ശക്തി കുറവാണ്. വീട്ടിൽ നിന്ന് ഫ്രണ്ടിൽ മുറ്റത്തിറങ്ങാൻ പോലും ഉള്ള ശേഷിയില്ല. ഒരാളുടെ സഹായത്തോടു കൂടി മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. കാൽഷ്യം ടാബ്ലറ്റ്സ് ഒക്കെ ശരിക്കും കഴിക്കുന്നുണ്ട്, D3 അങ്ങനത്തെ കഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോ ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ഒരു ടെൻഷനാണ്. ട്രെയിനിലൊക്കെ കയറി ഇറങ്ങിയൊക്കെ പോകാനും സ്റ്റെപ്പൊക്കെ കയറി പോവും. അങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിലാണ് ഞാൻ വെറുതെ പ്രാക്ടീസിന് വേണ്ടി ഞാൻ ട്രിവാൻഡ്രത്ത് വീടുണ്ടായിട്ട് ഞാൻ ചെറിയ പോയി വരെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിൽ കാലിന് ഒരു ശക്തിയില്ല, മുമ്പിൽ നിന്ന് പോകും എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും നടക്കുമ്പോൾ. ഓക്കെ ഓക്കെ ശരിക്കും ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മനസ്സിന്റെ ഒരു ബലമാണ്. മനസ്സിന്റെ ബലം ചോർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് ഒരു ബലവും ഉണ്ടാവില്ല. നമുക്കറിയാം മനസ്സും ശരീരവും തമ്മിൽ അത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രയാസം വരുമ്പോഴത്തേക്കും ആദ്യം മനസ്സിനെ തളർത്താതെ ബലത്തെ പിടിക്കുക. അതിന് പ്രാണായാമങ്ങളും അതേപോലുള്ള മെഡിറ്റേഷനും ഒക്കെ ഒന്ന് ശീലിക്കുക. പിന്നെ ഈ പറഞ്ഞ പോളിയോ എന്ന് പറയുന്ന ഒരു അസുഖം നമുക്കറിയാം, അതിനെ നമുക്കൊരു ടോട്ടൽ സൊല്യൂഷൻ ഒന്നും നമുക്കില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ മസിൽസിനൊരു പവർ കൊടുക്കാനും അതിന്റെ മസിലിന്റെ ടോണിസിറ്റി ഒക്കെ ഒന്ന് കൂട്ടാനും ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്യാവശ്യം മെഡിസിൻസ് ഒക്കെ ആയുർവേദത്തിലുള്ള നറിഷിംഗ് ആയിട്ടുള്ള മരുന്നുകൾ നമുക്ക് കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ ചികിത്സകൾ ചെയ്യാൻ പറ്റും. പുറമേ ചെയ്യുന്ന സ്നേഹസ്വേദന ക്രിയകളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം ചികിത്സകൾ ചെയ്യാനായിട്ട് ഒരു ആശുപത്രിയെ സമീപിക്കുക. തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയെ സമീപിച്ചോളൂ. നിങ്ങൾക്ക് ഒട്ടും ചിലവില്ലാതെ സ്വായത്തമാക്കാൻ സാധിക്കും. 20 ദിവസം ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അത് മതിയാവില്ല. കാരണം നമുക്ക് ഈ ഓരോ സീസണും വ്യത്യാസം വരുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള മറ്റു പ്രശ്നങ്ങളൊക്കെ വരും. തന്നെ ഈ വൈറ്റമിൻ ഡിയുടെയും കാൽഷ്യത്തിന്റെ ഒക്കെ ടാബ്ലറ്റ്സ് കഴിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എത്ര ഫ്രീക്വന്റ്ലി അത് ചെക്ക് ചെയ്യുന്നുണ്ടെന്നും കൂടി നോക്കണം. കാരണം കാൽഷ്യം ഒക്കെ ഒരു പരിധിക്ക് അപ്പുറം കഴിക്കുമ്പോൾ ഹൈപ്പർ കാൽഷ്യമിയ പോലുള്ള മറ്റസുഖങ്ങൾ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പലരുടെയും ഒരു പ്രശ്നമാണ് ഈ മുട്ടുവേദനയായാലും നടുവേദനയായാലും കാലിന്റെ ബലം കുറഞ്ഞാലും ഉടനെ കാൽഷ്യം കഴിക്കുക എന്നുള്ളത്. അങ്ങനെയല്ല, കാൽഷ്യം കഴിക്കേണ്ട അവസ്ഥയുണ്ട്. കൃത്യമായിട്ടും ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞുവെങ്കിൽ മാത്രം ആ ഒരു കാൽഷ്യത്തിന്റെ അളവ് കുറവുണ്ടെങ്കിൽ മാത്രം അത് കഴിക്കുക. ഇല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കൃത്യമായ ചികിത്സ തേടാനായിട്ട് ശ്രദ്ധിക്കുക. വൈറ്റമിൻ ഡിയും കുറവുണ്ടെങ്കിൽ അത് കഴിക്കുക, ഇല്ലെങ്കിൽ അത് അമിതമായി കഴിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പിന്നെ സൺലൈറ്റിന്റെ എക്സ്പോഷർ ആണ് ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ ഡി കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധി. ഇപ്പൊ നാച്ചുറൽ സോഴ്സിൽ അത് കിട്ടാൻ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നീട് കൃത്യമായ ചികിത്സ ചെയ്ത് അതിനെ ശരിയാക്കുക. എന്തായാലും ആയുർവേദത്തിന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ പോയിട്ട് ചികിത്സ തേടുക. ഓക്കെ, വിളിച്ചതിന് നന്ദി.
ഡോക്ടർ, ഇപ്പോൾ മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ കുളി. ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും ഒക്കെ കുളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ശരിക്കും ആയുർവേദ വിധിപ്രകാരം കുളിക്കുന്നത് എങ്ങനെയായിരിക്കണം? എണ്ണ തേച്ചാണോ, തേക്കാതെയാണോ, അല്ലെങ്കിൽ എണ്ണ തേച്ചിട്ട് എത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം? തണുത്ത വെള്ളത്തിലാണോ, ചൂടുവെള്ളത്തിലാണോ എന്നൊക്കെ ഒന്നും പറയാമോ? കുളി ശരിക്കും പറഞ്ഞാൽ ആരോഗ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. പക്ഷെ പലരും പല സമയങ്ങളിലും ഇത്ര ചൂടുണ്ടായിട്ട് പോലും പലപ്പോഴും പേഷ്യൻസ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം ഒരു നേരമൊക്കെ കഷ്ടിയാണ് കുളി. അപ്പോൾ അത് തന്നെ 2 നേരം കുളിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് വലിയ വിഷമമാണ്. കാരണം ഒന്നാമത് ഈ വെള്ളം ചൂടാക്കാനൊക്കെ ഉള്ള ഒരു പ്രയാസമായിരിക്കണം. എന്തായിരുന്നാലും കുളിക്കേണ്ട ഒരു ആവശ്യകത എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. രാവിലെയും വൈകിട്ടും 2 നേരം കുളിക്കണം. വൈകുന്നേരം ശരീരം മാത്രം കുളിച്ചാലും അത് ബുദ്ധിമുട്ടില്ല. പക്ഷെ രാവിലെ എന്തായാലും തല ഉൾപ്പെടെ കുളിക്കുക ഒരു ശീലമാക്കി മാറ്റുക. പിന്നെ പ്രത്യേകിച്ചും എണ്ണ തേച്ചുള്ള കുളിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതൊരു ശീലമാക്കേണ്ട ഭാഗമാണ്. പ്രത്യേകിച്ചും നമ്മൾ കുളിക്കുമ്പോൾ കാലിന്റെ വെള്ളയിലും ചെവിയുടെ ഇരുവശങ്ങളിലും നമ്മുടെ ഉച്ചിയിലും ഒക്കെ എണ്ണ വച്ചു കുളിക്കുന്ന ഒരു രീതിയൊക്കെ നമുക്ക് പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെയൊക്കെ ആളുകൾ ഇത്രയും തിരക്കുകൾ ഉണ്ടെങ്കിലും അവെയറായി വന്നുകൊണ്ടിരിക്കുന്നു. കാരണം പാദാഭ്യംഗമൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കാഴ്ചശക്തി പോലും വളരെയധികം കൂടുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എണ്ണ തേച്ചുള്ള ഒരു കുളിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രത്യേകിച്ചും ഡ്രൈനസ് പോലുള്ള ഒരു ചെറിയ കണ്ടീഷൻ മുതൽ അങ്ങറ്റം വരുന്ന പല സ്കിൻ ഡിസീസിനും അത് വളരെ പ്രിവെന്റീവ് ആണ്. പ്രത്യേകിച്ചും നമ്മുടെ ഒരു രീതി അനുസരിച്ച്, ആയുർവേദത്തിന്റെ രീതി അനുസരിച്ച് പച്ചവെള്ളത്തിൽ തല കുളിക്കുകയും ദേഹം ചൂടുവെള്ളത്തിൽ കുളിക്കുകയും ചെയ്യുകയാണ് അതിന്റെ ശരിയായ രീതി. അത് തന്നെ നമ്മൾ പണ്ട് സ്ത്രീകളൊക്കെ കുളിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോഴാണ് ഈ ഷവറൊക്കെ വന്നതിന് ശേഷം ആരും അതൊന്നും ശ്രദ്ധിക്കാറില്ല. തല കുനിച്ചൊരു കുളി ഉണ്ടായിരുന്നു അല്ലെ, നല്ലോണം തല കഴുകി തോർത്തി രാസ്നാദിപ്പൊടിയൊക്കെ തിരുമി കെട്ടി വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും പലപ്പോഴും തലനീരിറക്കമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഈ തുമ്മലും മൂക്കൊലിപ്പും ചുമയും ശ്വാസമുട്ടലും അടിക്കടി വരുന്ന ജലദോഷവും ഒക്കെ ഉണ്ടാകാതിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം തിരക്കിട്ട് ഓട്ടോ അല്ലേ, ഒന്ന് തല നേരെ ഒന്ന് തോർത്താൻ പോലും ആർക്കും സമയമില്ല. അപ്പൊ അങ്ങനെ പോകുന്നത് കൊണ്ട് വരുന്ന ഒരുപാട് ദോഷഫലങ്ങളുണ്ട്. പിന്നെ പ്രത്യേകിച്ചും മുഖം മുതൽ ശരീരം മുഴുവനും നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലാണ്. ചെറിയ ചൂടുവെള്ളമാണ്, നല്ല തിളച്ച അങ്ങനെ ഒരുപാട് ചൂടുള്ള വെള്ളം ഉപയോഗിക്കുന്നത് നല്ലതല്ല. കാരണം പലരും ഈ വേദന സംഹാരി എന്നുള്ള രീതിയിൽ ഒരുപാട് ചൂട് ഉപയോഗിക്കുന്നവരുണ്ട്. അതും ശരിയായ ഒരു രീതിയല്ല. ചെറു ചൂടുവെള്ളം അത് ഹെൽത്തി പേഴ്സൺസിനും അങ്ങനെ തന്നെയാണ് പറയുക. അല്ലാതെ രോഗം വന്നതിന് ശേഷമല്ല, രോഗം വരാതിരിക്കുമ്പോൾ പോലും നമ്മൾ അങ്ങനെയാ കുളിക്കേണ്ടത്. അപ്പൊ അത് കൃത്യമായിട്ട് ശീലിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് രോഗങ്ങൾ വരാണ്ടിരിക്കും. ഈ എണ്ണ വെക്കുന്നത് കാച്ചിയ എണ്ണ വേണമോ, അല്ലെ പച്ച വെളിച്ചെണ്ണ, അങ്ങനെ എന്തെങ്കിലും? ഓരോരുത്തരുടെയും ശരീര പ്രകൃതിക്കനുസരിച്ചിട്ടാണ് എണ്ണകൾ സെലക്ട് ചെയ്യുന്നത് തന്നെ. പക്ഷെ ഇപ്പൊ പലപ്പോഴും ആളുകൾ അവരവർക്ക് തോന്നുന്ന രീതിയിൽ ഇഷ്ടമുള്ള രീതിയിലൊക്കെ എണ്ണ വെക്കില്ല. പൊതുവെ എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണയാണ് നെറുകയിൽ വെക്കാനായിട്ട് സാധാരണ. പിന്നെ പ്രത്യേകിച്ചും അവർക്കൊരു ഔഷധ ഗുണമുള്ള എണ്ണ വേണം എന്നുള്ളത് ഒരു പ്രത്യേകിച്ചുള്ള ഓരോ അവസ്ഥകളിലാണ് ഡോക്ടർ നിശ്ചയിക്കുക. അപ്പോൾ അത്തരം അവസ്ഥകളിൽ ഡോക്ടർ പറയുന്ന രീതിയിലുള്ള മൂർധതൈലത്തിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ അത് ഓരോ രോഗങ്ങൾക്കും കൃത്യമായി പറയുന്നുണ്ട്. ഇന്ന രോഗങ്ങൾക്ക് ഓരോ ആളുകളുടെയും പ്രകൃതിക്കനുസരിച്ച് ഇപ്പം ഒരേ രോഗമുള്ള 2-3 പേര് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരേ എണ്ണയായിരിക്കത്തില്ല നമ്മൾ പറയുക. അപ്പോൾ അത്തരത്തിൽ ഉള്ള എണ്ണകൾ കൃത്യമായിട്ടും ഡോക്ടർ പറയുന്നതിനനുസരിച്ച് ശീലിക്കേണ്ടത് ആവശ്യമാണ്. അതേപോലെ ശരീരത്തിലും നമ്മൾ എണ്ണ തേച്ചുള്ള കുളി അത് വളരെ പ്രധാനമാണ്. അതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു എണ്ണ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു എണ്ണയാവുമ്പോൾ അത് കുറച്ച് കൂടുതൽ പ്രയോജനം ചെയ്യും. ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ. ഹലോ. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര്, സ്ഥലം പറയാമോ? കോട്ടയത്ത് നിന്ന് ഇന്ദിരയാണ്. ഓക്കെ, സംസാരിച്ചോളൂ. മാഡം, എനിക്ക് ഒരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. എനിക്ക് ഹൈപ്പർ ടെൻഷനും അതേപോലെ കൊളസ്ട്രോളൊക്കെ നല്ലപോലെയുള്ള ആളാണ്. അപ്പം അതില് ട്രൈഗ്ലിസറൈഡ്സ് കൂടി വരുക. കൊളസ്ട്രോൾ നമ്മൾ സ്ഥിരം കഴിക്കുന്നുണ്ടെങ്കിലും ട്രൈഗ്ലിസറൈഡ്സ് കൂടി വരും. അത് 300 വരെയൊക്കെ ആയി കഴിഞ്ഞ് അതിന് ഡോക്ടറുടെ മരുന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കാലുവേദനയ്ക്ക് തേയ്മാനമുണ്ട് നടുവിന്. അപ്പൊ അതിനൊക്കെ ആയുർവേദം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അവിടുന്നും അവര് ഗുളിക തന്നു കൊളസ്ട്രോളിന്, അതും കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പിന്നെയും കൂടി 350 വരെയായി. പിന്നെ ഞാൻ നിർത്തിയിട്ട് ഡോക്ടർ വേറെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ പക്ഷേ ഈ കുഴമ്പ് ശരീരം മുഴുവൻ പുരട്ടി ദിവസവും കുളിക്കുമായിരുന്നു. അവിടുന്ന് വരുന്ന കുഴമ്പ് എനിക്ക് വേദനയൊക്കെ നല്ലോണം കുറയുമായിരുന്നു. അപ്പൊ മാഡം, എനിക്കൊരു സംശയം, ഈ കുഴമ്പ് കൂടുതൽ പറ്റിയിട്ട് അങ്ങനെ ട്രൈഗ്ലിസറൈഡ്സ് കൂടുവോ? ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. ശരിക്കും ഈ നടുവേദനയും മറ്റു പ്രശ്നങ്ങളും വന്നപ്പോഴത്തേക്കും ഈ കൊളസ്ട്രോളിന്റെ കാര്യം ശ്രദ്ധിക്കാതെ പോയതാണോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. മരുന്നുകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കഴിക്കുന്നെങ്കിലും നമ്മുടെ പഥ്യക്രമം എങ്ങനെ ശ്രദ്ധിച്ചു എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചോളുക. പ്രത്യേകിച്ചും ഈ എണ്ണയിൽ വറുത്ത് പൊരിച്ച സാധനങ്ങൾ കഴിക്കുന്ന ഒരു ശീലം ഇല്ലല്ലോ അല്ലേ? ഓക്കെ, എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഒരിക്കലും ഈ കൊഴുമ്പ് തേച്ചത് കൊണ്ടോ എണ്ണ തേച്ചത് കൊണ്ടോ ഒന്നും കൊളസ്ട്രോൾ അധികരിക്കത്തില്ല. അങ്ങനെയൊന്നും അല്ല അത് സംഭവിക്കുക. ശരിക്കും ആ പറയുന്ന മരുന്നുകൾ നമ്മൾ പുറമേ തേച്ചു കുളിക്കുന്ന മരുന്നുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 15 മിനിറ്റ് മാത്രമേ ഒരു സ്കിൻ പെർമിയബിലിറ്റി വഴി നമ്മൾ പെരിഫറൽ സർക്കുലേഷനിൽ നിന്ന് അത് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എത്തത്തുള്ളൂ. അപ്പൊ ആ ഒരു കുറച്ച് സമയം മാത്രമല്ലേ നമ്മൾ ആ എണ്ണ ഇട്ട് വെച്ചേക്കത്തുള്ളൂ. കൂടിപ്പോയാൽ നമ്മൾ
അരമണിക്കൂർ അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ എണ്ണയിട്ട് വെച്ചേക്കത്തില്ല. ഒരിക്കലും ആ ഒരു രീതി കൊണ്ട് എണ്ണ തേച്ചുള്ള ഒരു കുളി കൊണ്ടോ അല്ല അങ്ങനെയൊന്നും ഒരു കാരണം കൊണ്ട് കൊളസ്ട്രോൾ അധികരിക്കില്ല. നമ്മുടെ ദൈനംദിനം ജീവിതം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നേരത്തെ നടക്കാൻ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടാവും, ഈ വയ്യായിക വന്നപ്പം നടക്കാൻ പോകുന്നതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാവും, വ്യായാമങ്ങളൊക്കെ. ഞാൻ എല്ലാ ജോലിയും അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വീട്ടിലെ സാധാരണ ജോലിയെ ഒന്നും നമുക്ക് അത്രയ്ക്ക് വ്യായാമം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല. ഒരു അരമണിക്കൂറുള്ള ഒരു നടത്തം അല്ലെങ്കിൽ അത്യാവശ്യം യോഗ പ്രാക്ടീസസ് ഒക്കെ വീട്ടിൽ നമ്മൾ കൃത്യമായി ചെയ്തു പോയിക്കൊണ്ട് വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ. 3-4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒക്കെ കൂടെ ചേർത്തിട്ട് അരച്ച് ഉരുളി ചാലിച്ചിട്ട് ഒരു നേരം കഴിക്കുക. എന്തായാലും ഈ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അത് അധികരിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ പോലും ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അത്രയ്ക്കുള്ള ഒരു പ്രയാസത്തിലേക്ക് പോകാതെ വളരെ കൃത്യമായിട്ടും അതിന്റെ അളവ് തോതുകൾ മനസ്സിലാക്കി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു പക്ഷേ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ അളവുകൾ വ്യത്യാസപ്പെടുത്തേണ്ടി വരും, ചിലപ്പം മരുന്നുകൾ മാറ്റേണ്ടി വരും. അതൊക്കെ കൃത്യമായിട്ട് ഡോക്ടറെ കാണിച്ച് ഒന്ന് ക്ലിയർ ചെയ്ത് പോയാൽ ഒത്തിരി നല്ലതായിരിക്കും. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, എനിക്ക് മൂത്രം കുറച്ച് കാലമായിട്ട് പകല് മൂത്രം കുറവാണ്, രാത്രിയിൽ ഒരു 5-6 തവണ പോകും. അപ്പൊ ഉറക്കം ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആവുന്നു. എന്നാന്ന് വെച്ചാൽ അതും കഴിഞ്ഞിട്ട് നമ്മൾ മൂത്രം തോന്നി നമ്മൾ ഉണരുമ്പോഴേ നമുക്ക് പോയിരിക്കണം, അങ്ങനെ ഒരു സമയം വന്നു. 2-3 കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാം. ഒന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് സംഭവിക്കാം. 2 നമ്മൾ ഡയബറ്റീസ് ഒന്ന് ചെക്ക് ചെയ്യുന്ന നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നതിന്റെ അളവ് തോത് നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്തിന് കുറച്ച് മുന്നേ ഉള്ള സമയത്ത് ധാരാളം വെള്ളം കുടിക്കുകയും പകൽ സമയം നമ്മളധികം വെള്ളം കുടിക്കാണ്ടിരിക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും ഒന്ന് ചെക്കപ്പ് ചെയ്യുക. യൂറിനറി ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ സ്പിഞ്ചറിന്റെ ഒരു ബുദ്ധിമുട്ട്, അതായത് നമുക്കൊരു ഏജ് കഴിയുമ്പോൾ വരുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതിനൊരു കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ കുറയുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് ഡോക്ടറെ കണ്ട് പരിശോധിച്ചാൽ അപ്പൊ ആ ഒരു കൺസൾട്ടേഷൻ എന്തായാലും അനിവാര്യമാണ്. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ ആയുർവേദിക് കോസ്മെറ്റോളജി വളരെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ശാഖയാണല്ലോ. ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാർക്കും ആയുർവേദ എന്തെങ്കിലും ഫേസ് പാക്കിലോ അല്ലെങ്കിൽ ഹെയർ ഓയിൽ, മസാജ്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ആയുർവേദ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിൽ ഒരു വിശ്വാസ്യത കൂടുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കും ഇന്ന മാഡം പറഞ്ഞ പോലെ വ്യക്തിനിഷ്ഠമായിട്ട് ഒരാൾക്ക് ഇന്ന പ്രോഡക്റ്റ് ആണ് എങ്കിൽ പോലും അത് പല പാർലറുകളിലോ സ്പാ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഈ എണ്ണ ഉപയോഗിക്കുന്നതൊന്നും ഇതുപോലെ ഡോക്ടറും പറഞ്ഞ പോലെ അത്രയും ശാസ്ത്രീയമായിട്ട് അവലോകനം ചെയ്തിട്ടൊന്നും ആയിരിക്കണം എന്നില്ല. അപ്പോൾ ആയുർവേദ വിധി പ്രകാരം ഇപ്പോൾ ചിലപ്പോൾ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് എത്രയോ മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ അതൊരു 10 മിനിറ്റോ ഒക്കെ ആയിരിക്കും അത് ശാസ്ത്രം അനുശാസിക്കുന്നത്. പക്ഷേ 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് അത് ഡ്രൈ ആയി മുഖത്തു നിന്നൊക്കെ അത് പൊളിഞ്ഞിളകി വരുന്ന ഒരു അവസ്ഥയിലേ അത് വാഷ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് അതിൻ്റെ അതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആയുർവേദിക് കോസ്മെറ്റോളജി ശരിക്കും ഇപ്പോൾ വളർന്നു വരുന്ന ഒരു വലിയ ശാഖയാണ്. ഒരുപാട് പേര് ആയുർവേദിക് കോസ്മെറ്റോളജി സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ വേണം പോയിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ നോർമലി പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക എന്നുള്ള ഒരു രീതി, പിന്നെ പ്രത്യേകിച്ച് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് എല്ലാത്തിലും ആയുർവേദ എന്നൊരു പേര് കണ്ടു കഴിഞ്ഞാൽ ഒക്കെ ഓക്കെയാണ്, സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ, പോയി വാങ്ങാം എന്ന് വിചാരിച്ചിട്ട് കണ്ണു അടച്ച് വാങ്ങിക്കുന്ന ആ ഒരു രീതി അതൊക്കെ മാറ്റേണ്ടിയിരിക്കുന്നു. കൃത്യമായിട്ട് നമുക്കതിനെ എവിടെയാണ് ഒതന്റിക് ആയിട്ട് ഒരു ഡോക്ടർ ആയുർവേദിക് കോസ്മെറ്റോളജി ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട് നമുക്ക് ഇന്നിപ്പോൾ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള ഈവൻ ഈ ഫേസ് പാക്സ് ആവട്ടെ, സോപ്പ് ആവട്ടെ, ലോഷൻ, കോസ്മെറ്റിക്സിലെ ലിപ്സ്റ്റിക്ക്, സൺസ്ക്രീൻ, അതേ മോയ്സ്ചറൈസേഴ്സ്, പിന്നെ അതേപോലെ കൺമഷി. പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ അമ്മമാര് വീട്ടിലുണ്ടാകുന്നത്, കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ആ കൺമഷി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു പലരും നമ്മുടെ ആയുർവേദിക് കൺമഷി തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺപീലുകൾ കൊഴിയാതെയും കണ്ണിന് കാഴ്ചശക്തി കൂടിയും ഐബ്രോസ് ഒന്നും ഷെയ്ഡ് ചെയ്ത് പോവാതെയും അപ്പൊ അതൊക്കെ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ആളുകൾ. അങ്ങനെ അതിലേക്ക് വരണം, എന്നാൽ മാത്രമേ അതിനൊരു ഗുണം കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ആ ഒരു ഗുണനിലവാരം മനസ്സിലാക്കി നമ്മൾ അതിലേക്ക് പോയാലേ കഴിയുള്ളൂ. അല്ലാതെ എവിടെയെങ്കിലും പോയി നമുക്ക് കിട്ടുന്ന ഒട്ടും ഒതന്റിക് ആയിട്ട് അല്ലാത്തടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. കൃത്യമായിട്ടൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം തന്നെയാവണം ആയുർവേദിക് കോസ്മെറ്റോളജിയും ചെയ്യാനായിട്ട്. പിന്നെ ഈ മുഖലേപനങ്ങൾ എന്ന് പറയുന്നത് അതൊരിക്കലും രാത്രിയിൽ ഉപയോഗിക്കാൻ പാടില്ല. ഈവൻ മഞ്ഞളും അതേപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ തേക്കുക, അല്ലെങ്കിൽ വെറുതെ ഇപ്പൊ നമ്മൾ രക്തചന്ദനം ഒക്കെ തേക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവരൊക്കെ ഈ രാത്രിയിലാണ് സ്കൂളൊക്കെ കഴിഞ്ഞ്
വീട്ടിൽ വന്നതിന് ശേഷം ഇതങ്ങ് ഇടുക, രാത്രി മുഴുവൻ കിടന്നുറങ്ങുക, മാം പറഞ്ഞതുപോലെ രാവിലെ അത് കഴുകിക്കളയുക, അതൊരു ശരിയായ രീതിയല്ല. നമുക്ക് ഒരു ലേപനങ്ങളും, ആയുർവേദം പറയുന്നത് ഒരു ലേപനങ്ങളും സന്ധ്യയ്ക്ക് ശേഷം ഇടാൻ പാടില്ല എന്നുള്ളതാണ്. അതിന് അതിൻ്റെതായ ഗുണം കിട്ടില്ല എന്നുള്ളതല്ല, അതിന് അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പകൽ സമയത്തേ ചെയ്യാൻ പാടുള്ളൂ. അതും ഈ പറഞ്ഞതുപോലെ ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് അത് ഉണങ്ങി തുടങ്ങുമ്പോൾ നമ്മൾ കഴുകി കളയണം എന്നുള്ളതാണ്. അല്ലാതെ അത് ഉണങ്ങി വരണ്ട് അപ്പോഴത്തേക്കും ഡ്രൈനസ് കൂടും സ്കിന്നിന്റെ. അപ്പൊ അത് അങ്ങനെയും ചെയ്യാൻ പാടില്ല. അപ്പൊ ഓരോന്നും നമ്മൾ ഉപയോഗിക്കുന്ന അതിൻ്റെതായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ചിലർക്ക് ഇതിനെപ്പറ്റിയുള്ള ആശങ്ക കൂടിയിട്ട് ഡെയിലി ഇത് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ മഞ്ഞൾ നല്ലതാണ് അല്ലെങ്കിൽ തൈര് നല്ലതാണെന്ന് വെച്ചിട്ട്. പക്ഷെ ഈ മഞ്ഞൾ തന്നെ ചിലർക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് മഞ്ഞൾ ഉപയോഗിക്കാനേ പറ്റില്ല. അങ്ങനെയുണ്ട്. അത് നമ്മൾ അറിയണം. അവർക്ക് നമ്മൾ ചിലപ്പോൾ പയറുപൊടിയുടെ കൂടെ മിക്സ് അപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ രക്തദാനം ചേർത്തിട്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഓരോന്നിനും ഓരോ കണ്ടീഷൻ, ആ ഒരു ഓരോരുത്തരുടെയും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ സ്കിന്നിന്റെ പോലും ടെക്സ്ചർ മനസ്സിലാക്കാൻ ആ ഡോക്ടർക്കേ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി അത് കൊടുത്താൽ മാത്രമേ അതിന് പ്രയോജനം ഉണ്ടാവുള്ളൂ. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഡോക്ടറെ, ഞാൻ മനാഫാണ്, ചിറയൻകീഴുന്നു. ഓക്കെ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. സംസാരിച്ചോളൂ. ഡോക്ടർ പറയുന്നത് കേട്ട് നമ്മൾ ദിനചര്യകൾ കറക്റ്റ് ആയിട്ട് പാലിച്ചു പോയി കഴിഞ്ഞാൽ ഒരളവ് ഒരു അസുഖം വരുന്നത് കുറയ്ക്കാമെന്ന്. അപ്പം ഈ ആയുർവേദത്തിന്റെ അടിസ്ഥാന പ്രകാരം നമ്മൾ എങ്ങനെയാണ് ദിനചര്യ പാലിക്കാനുള്ളതെന്നുള്ള ഒരു സംശയം എന്റെ മനസ്സിലുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. ശരിക്കും നമ്മൾ ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുമ്പം രാവിലെ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയത്തിനകത്ത് എണീക്കണം എന്നാണ്. അപ്പോൾ 6 മണിക്ക് മുൻപെങ്കിലും എണീറ്റിരിക്കണം. പക്ഷേ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് നമ്മൾ ഇതൊക്കെ പറഞ്ഞിരുന്നാലും സൺഡേ ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരു വിഷമമാണ്. പിന്നെ നമ്മൾ മാക്സിമം സമയം കിടന്നുറങ്ങും, അവധിയാണല്ലോ. അപ്പോൾ അത് പാടില്ല. അവിടെ തുടങ്ങും നമ്മുടെ അസുഖം. അപ്പോൾ നമ്മുടെ കൃത്യമായിട്ടുള്ള സമയക്രമം, രാവിലെ എണീക്കുന്നത് മുതൽ നമ്മളുടെ ദിനചര്യ തുടങ്ങുകയാണ്. പിന്നെ ശരീരശുദ്ധി വരുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതെല്ലാവരും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ പല്ല് തേക്കുന്നതിന് നമ്മൾ അവിടെ തൊട്ട് തുടങ്ങണം. പല്ല് തേക്കുന്നതിന് പണ്ട് നമ്മൾ ഉമിക്കരിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഇത് ഇനാമൽ പോവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അതൊക്കെ അങ്ങ് മാറ്റിക്കളഞ്ഞു. പക്ഷെ അങ്ങനെ നമ്മൾ അത്രയും ഇതായിട്ട് പോയില്ലെങ്കിലും ആയുർവേദം അനുശാസിക്കുന്ന ദന്തധാവന ചൂർണ്ണമൊക്കെ ഇന്ന് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ അത് വാങ്ങിയിട്ട് അത് നല്ലെണ്ണ ചേർത്ത് മിക്സ് ചെയ്ത് അത് പേസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. മധുര രസമുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ പല്ല് തേക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിന് തിക്തവും കടു കഷായ രസമാണ് ശരിക്കും ആയുർവേദം അനുശാസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു പൗഡർ ഫോമിലുള്ള ഒരു ഇത് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പതയുള്ള സോപ്പേ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. പത ഒരുപാടുള്ള സോപ്പെങ്കിലും ഒഴിവാക്കുക. എന്നിട്ട് പയറുപൊടിയോ മഞ്ഞൾപ്പൊടിയോ അങ്ങനെയൊക്കെ നമ്മൾ പണ്ടത്തെ ആ ഒരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ നമ്മൾ പണ്ട് ഇഞ്ച ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളതൊക്കെ കളഞ്ഞു. ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബ്രഷുകളൊക്കെ കിട്ടും, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഒക്കെ കിട്ടും. അതൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. പിന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളും അതേപോലെ കുട്ടികൾക്കും അതേപോലെ തന്നെ എണ്ണ തേച്ചുള്ള ഒരു കുളി ശീലമാക്കുക. പിന്നെ നേത്രരോഗം ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും അഞ്ജനം എഴുതുക എന്നൊരു രീതി ആയുർവേദം പറയുന്നുണ്ട്. അതിന് നമുക്ക് ഇളനീർ കുഴമ്പ് പോലെയുള്ള മരുന്നുകൾ ഉപയോഗിച്ചിട്ട് അഞ്ജനം ചെയ്യുക. പക്ഷേ ഇന്നിപ്പോൾ രോഗം വന്നാലേ ഇളനീർ കുഴമ്പ് തന്നെ യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, അതിന് നമുക്ക് ആ സമയത്ത് നമുക്ക് എന്തൊക്കെ മരുന്നുകൾ, ഇളനീർ കുഴമ്പ് തന്നെ മതിയോ അല്ല മറ്റെന്തെങ്കിലും വേണമോ എന്നുള്ളത് ഡോക്ടർക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നാസാരോഗങ്ങൾ ഉള്ളവരാണെങ്കിൽ, അവർക്ക് സൈനസൈറ്റിസ്, അലർജി അതുപോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ മൂക്കിൽ മരുന്നിറ്റിക്കുന്ന രീതി ശരിക്കും ഈ പല്ല് തേക്കുകയും ബാത്റൂമിൽ പോവുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ദിവസവും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഈ കണ്ണിൽ മരുന്നിറ്റിക്കുന്നതും മൂക്കിൽ മരുന്നിറ്റിക്കുന്നതും ഒക്കെ. ഇന്നിപ്പോൾ നമ്മളൊരു അസുഖം വന്നാൽ മാത്രമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു തെറ്റായ രീതി. അത് പാടില്ല. ദിവസവും ഇതൊക്കെ നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. അണുതൈലം പോലുള്ള മരുന്നുകൾ നമുക്ക് പ്രതിമർശ നസ്യമായിട്ട്, അതായത് നമുക്ക് ഒരു 2 ഡ്രോപ്സ് വെച്ച് 2 മൂക്കിലും ഇറ്റിക്കുന്ന ഒരു രീതി, അത് നമുക്ക് ദൈനംദിനം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഒരു രോഗത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഒരു മരുന്ന് മാറ്റേണ്ടി വരും. ഡോക്ടർ ഇപ്പൊ ഈ പറഞ്ഞ മരുന്ന് ആയുർവേദത്തിലെ മരുന്നാണോ? അതെ, ആയുർവേദം മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അണുതൈലം. അതേപോലെ തന്നെ ദിവസവും തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പോൾ ഡൈ ഒക്കെ ആയപ്പോഴത്തേക്കും എണ്ണ തേച്ച് കുളിയൊന്നും ഇല്ല. അല്ലെങ്കിൽ തന്നെ കുട്ടികൾ ഫാഷൻ വന്നിട്ട് എല്ലാം മുടിയൊക്കെ പറപ്പിച്ചിട്ട് നടക്കുക. അപ്പോൾ അതിൻ്റെതായ ദോഷങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ രാസ്നാദി പൊടി ശീലിക്കുന്ന ഒരു രീതി, എല്ലാ ദിവസവും നെറുകയിൽ രാസ്നാദി പൊടി തിരുമുന്നൊരു ശീലം നമുക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ പോയത് കൊണ്ടാണ് നമുക്ക് ഈ രോഗങ്ങൾ വരുന്നത്. അതേപോലെ തന്നെ എള്ളെണ്ണയാണ് തലയിൽ തേച്ച് കുളിക്കാൻ മറ്റൊരു രോഗങ്ങളും ഇല്ലെങ്കിൽ നല്ലത് എന്ന് ഞാൻ മുന്നേ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതേപോലെ നന്നായി വ്യായാമം ചെയ്യുക. പണ്ടൊക്കെ നമ്മൾ അമ്പലത്തിലേക്കോ പള്ളിയിലേക്കോ ഒക്കെ നടന്നു പോകുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്കതൊന്നുമില്ല. നമുക്ക് എന്തിനും ഏതിനും വെഹിക്കിൾ വേണം അല്ലേ. അപ്പോൾ അവിടെ നമ്മുടെ വ്യായാമം കുറയുന്നു. പ്രത്യേകിച്ചും യോഗ, പ്രാണായാമം പോലുള്ളത് ശീലിക്കുകയാണെങ്കിൽ മനസ്സിനും കൂടെ ഉന്മേഷം കിട്ടും എന്നുള്ളത് തീർച്ചയാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു അരമണിക്കൂറെങ്കിലും മിനിമം നമ്മൾ വ്യായാമത്തിന് വേണ്ടിയിട്ട് സമയം ഉപയോഗിക്കണം എന്നുള്ളതാണ്.
പിന്നെ അതേപോലെ തന്നെ പോഷകാംശമുള്ള പച്ചക്കറികൾ കൃത്യമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. രാവിലെ ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക. രാത്രി കഴിയുന്നത് നേരത്തെ ഭക്ഷണം കഴിക്കുക. ഉറങ്ങുന്ന നേരം പകുതിയെങ്കിലും ഭക്ഷണം ദഹിച്ചിരിക്കണം. അതിനാണ് ഞാൻ നേരത്തെ കഴിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ വൈകിട്ട് നമ്മൾ നാമം ജപിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലത്തിലേക്ക് പോകണം. നേരത്തെ ഭക്ഷണം കഴിക്കുക. അതുപോലെ നാരുകൾ കൂടുതലുള്ള ഭക്ഷണം പ്രത്യേകിച്ചും പ്രായമായവർ കൂടുതലും കഴിക്കുക, അല്ലാത്തവരും അത് കഴിക്കേണ്ട. കാരണം ഇപ്പം വളരെ കോമൺലി നമുക്ക് കിട്ടുന്ന ഒരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ. പലർക്കും മലബന്ധം വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനൊക്കെ ഒരു നല്ല ഗുണമാണ് നാരുകളുള്ള ഭക്ഷണം. പ്രത്യേകിച്ചും ഭക്ഷണത്തിന് മുൻപും പിൻപും അധികം വെള്ളം കുടിക്കരുത് എന്നുള്ളത് ഒരു പ്രധാന വസ്തുതയാണ്. എന്നാൽ ഭക്ഷണത്തോടൊപ്പം ആവശ്യാനുസരണം മാത്രം വെള്ളം കുടിക്കുക. ഇടയ്ക്ക് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത്. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് ധാരാളം വെള്ളം കുടിക്കാം. വേണ്ട ഒരു 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം മിനിമം നമ്മൾ ഒരു ദിവസം കഴിച്ചിരിക്കണം. പിന്നെ ഓവർ വെള്ളം കുടിക്കുക എന്നുള്ളതും അത് മറ്റൊരു ദോഷത്തിലേക്ക് പോകും. കാരണം അത് കിഡ്നിക്ക് ഓവർലോഡ് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് പാടില്ല. പിന്നെ കൊഴുപ്പ് കുറച്ച ആഹാരങ്ങൾ, പ്രത്യേകിച്ചും മാംസം അധികം ഒന്ന് കുറച്ചിട്ട് മത്സ്യം കൂടുതൽ കഴിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ വരികയാണെങ്കിൽ, പിന്നെ പ്രത്യേകിച്ചും ഈ ഒക്കെ വറുത്തും പൊരിച്ചും കഴിക്കുന്ന ഒരു രീതിയെ മാറ്റിയിട്ട് എല്ലാം കറി വെച്ച് കഴിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ വരികയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. അതേപോലെ ഈ തൈലം തേക്കുമ്പോൾ നമ്മൾ ചൂടാക്കി തേക്കണമെന്ന് ഒരു അഭിപ്രായം പറയുന്നുണ്ട്. അത് എല്ലാ തൈലങ്ങളും ചൂടാക്കി തേക്കാൻ പാടില്ല. ഇപ്പൊ കർപ്പൂര തൈലം പോലുള്ളതൊക്കെ ചൂടാക്കി തേച്ചു കഴിഞ്ഞാൽ അത് ഇവാപ്പറേറ്റ് ചെയ്തങ്ങ് പോകും. അപ്പൊ അത് പാടില്ല. അതെല്ലാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ വേണം ചെയ്യാൻ. പിന്നെ ഒരുപാട് ചൂടാക്കാൻ പാടില്ല, കാരണം അതിന്റെ പാകം തെറ്റിപ്പോകും. കാരണം പ്രത്യേകിച്ചും ഈ ഔഷധങ്ങൾ നമ്മൾ ചേർത്ത തൈലങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ പ്രത്യേകം പാകം നോക്കിയിട്ട് അത് പ്രിപ്പയർ ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും അത് അധികരിച്ച് ചൂടാക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഇത് വ്യത്യാസപ്പെടും. സാധാരണ നമ്മൾ സ്പൂൺ മാത്രം ഒന്ന് ചൂടാക്കി അതിലേക്ക് തൈലം ഒഴിച്ചൊക്കെയാണ് നമ്മൾ ദേഹത്ത് തേക്കാനൊക്കെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ ട്രീറ്റ്മെന്റ് ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ ഇതൊക്കെ മാറും. ഓക്കെ. അതേപോലെ കുളിക്കുമ്പോഴേ കാല് മുതല് അതെ, പാദാഭ്യംഗം പ്രധാനമാണ്. കാലിൽ എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ്. അപ്പൊ കാലിൽ നന്നായിട്ട് എണ്ണ തേച്ച് നമ്മൾ കുളിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കാല് മുതൽ കുളിക്കുക അങ്ങനെയൊന്നുമില്ല. ഓക്കെ. കാല് തൊട്ട് കുളിച്ചു തുടങ്ങി അവസാനം തലയിൽ വെള്ളം ഒഴിക്കണമെന്ന് ഇങ്ങനെ പറയുന്നത് അതും തെറ്റായ ഒരു രീതിയാണ്. അത് തെറ്റായ രീതിയാണ്. നമ്മൾ തല കുളിച്ചതിന് ശേഷമാണ് ശരീരം കുളിക്കേണ്ടത്. നമ്മൾ ഒരുപാട് അസുഖങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പം മാഡം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരീരവും മനസ്സും നമുക്ക് ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ തുല്യ പ്രാധാന്യമുള്ള 2 കാര്യങ്ങളാണ്. ഇപ്പം മാനസിക സ്ഥിതി സുസ്ഥിരമായിരുന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യം, ശരിയായ ശാരീരിക ആരോഗ്യവും ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരുപാട് വാർത്തകളിൽ സ്ത്രീകൾ സ്വന്തം കുഞ്ഞുങ്ങളെ പോലും അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ നമ്മളെല്ലാവരും സ്ത്രീകളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു. പക്ഷെ അതിന് പിന്നിലെ മാനസിക സംഘർഷമോ അതിലേക്ക് നയിച്ച കാര്യങ്ങളെപ്പറ്റിയോ ഒന്നും പലരും ഡിസ്കസ് ചെയ്ത് നമ്മൾ പൊതുവെ കേൾക്കാറില്ല. അപ്പോൾ സ്ത്രീകളുടെ മാനസികാരോഗ്യം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളാകുന്നതോടെ, ഉത്തരവാദിത്തങ്ങൾ കൂടുന്നതോടെ, അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാത്തതിലൂടെയൊക്കെ പിന്നീട് അവരുടെ ഉത്തരവാദിത്വവും സ്വന്തമായിട്ടൊരു സെൽഫ് കെയറിന് സമയം കിട്ടാത്തതും പ്രഷറും ജോലി സ്ഥലത്തതും വീട്ടു ജോലിയും എല്ലാം കൂടെ അവരെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കുന്നുണ്ടെന്ന് തോന്നാറുണ്ടോ? യെസ്, തീർച്ചയായിട്ടും തോന്നാറുണ്ട്. കാരണം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇന്നത്തെ ഒരു കോമൺ പ്രശ്നം തന്നെയാണ്. നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. കാരണം ഒരു അമ്മയ്ക്ക് ഒരിക്കലും ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കാനോ കൊല്ലാനോ ഒന്നും സ്വയം തോന്നത്തില്ല. അപ്പൊ അത് അങ്ങനെ തോന്നണമെങ്കിൽ അതേ തരത്തിലേക്കൊക്കെ എത്തി. കാരണം നമ്മൾ അത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ ഇന്നിപ്പം മാധ്യമങ്ങളിൽ കാണുന്നു. അപ്പോൾ പ്രത്യേകിച്ചും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നത്, പണ്ടൊക്കെ ഈ പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു കാലമായിരുന്നു. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒക്കെ ആളുകൾ അവെയർ ആയിട്ട് കുറച്ചും കൂടെ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം മാനസികാരോഗ്യത്തിന് അവിടെയും ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊരു പ്രയാസമാണ്. കാരണം പ്രസവാനന്തര ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പൊ വേദകുളി ചെയ്യും, ബാക്കിയുള്ള മരുന്നുകളൊക്കെ ചെയ്യും. അത് തന്നെ ചില സമയങ്ങളിൽ പലർക്കും സംശയമാണ്, ഇത് കഴിച്ചാൽ കുട്ടിക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുമോ, കുഞ്ഞിന് ദോഷങ്ങൾ വരുമോ, അമ്മ ഈ മരുന്ന് കഴിച്ചത് കൊണ്ട് കുഞ്ഞിന് ദോഷം വരുമോ, ഇങ്ങനെയൊക്കെ സംശയിക്കുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആയുർവേദ മരുന്ന് ഒന്ന് കഴിച്ചാൽ മറ്റൊന്ന് വരുന്ന ഒരു മരുന്നുകളും നമുക്കില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന വിളപ്പിൽശാല ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, അവിടെ ഒരു ചെറിയ ആയുഷ് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിട്ട് പോലും ഞങ്ങൾ ഒരു പ്രോജക്ട് തന്നെ വെച്ചിട്ടുണ്ട് പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്. ഒട്ടനവധി ആളുകളാണ് അവിടേക്ക് മരുന്ന് വാങ്ങാനായിട്ട് എത്തുന്നത്. കാരണം അത് അറിയാവുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു മരുന്ന് നമ്മൾ അവിടെ നിന്ന് ലഭ്യമാക്കുന്നുണ്ട്. ഇത് എല്ലാ ആശുപത്രികളിലും ലഭ്യമാണ്, ആയുർവേദ ആശുപത്രികളിലെല്ലാം ലഭ്യമാണ്. എങ്കിൽ പോലും ഒരു സാധാരണ ചെറിയൊരു PHCയിലേക്ക് പോലും ഇത്രയധികം ആളുകൾ വരുന്നുവെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിയിട്ടാണല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത്, അത്തരം മരുന്നുകൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ആ വേദകുളിയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു 45 ഡേയ്സ് ഒരു പക്ഷേ ആ ഒരു സ്ത്രീക്ക് മാക്സിമം കെയർ കിട്ടുന്നുണ്ടാവാം. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് എത്ര കെയർ കിട്ടുന്നുണ്ട്, വീട്ടിൽ എത്രത്തോളം പരിചരണം
പരിചരണം, കാരണം അവർക്ക് വീഴുന്ന തരത്തിലുള്ള മാനസികമായിട്ടുള്ള ഒരു സമാധാനവും സ്വസ്ഥതയും കിട്ടുന്നുണ്ട്. ഇവർ ഉറക്കം എത്രത്തോളം, കാരണം ഈ 2 മണിക്കൂർ കൂടുമ്പോൾ ഉണർന്ന് കുഞ്ഞിന് പാല് കൊടുക്കണം, ആ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു 45 ഡേയ്സ് എന്ന് പറയുന്ന വേദുള്ളിയുടെയൊക്കെ ഒരു സമയമായതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യും. അത് കഴിയുമ്പോൾ പിന്നെ എത്രത്തോളം അവർക്ക് ഒരു മാനസിക പിരിമുറുക്കങ്ങൾ വരാതെ അവരെ എത്രത്തോളം സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ വരാത്തത് കൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയും 45 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എക്സസൈസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റും. അപ്പൊ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസവാനന്തര ശുശ്രൂഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ മേരുദണ്ഡാസനം പോലെയുള്ള ആസനാസ് ഒക്കെ നമ്മൾ പതുക്കെ ചെയ്ത് തുടങ്ങാനായിട്ട് അവരോട് പറയും, നടന്നു തുടങ്ങാനായിട്ട് പറയും. അതുപോലെ നമുക്ക് ധ്യാനം നല്ലൊരു ഇതാണ്, അതുപോലെ പ്രാണായാമങ്ങൾ. അപ്പൊ യോഗയിൽ ചില കാര്യങ്ങളൊക്കെ അവരിലേക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഈശ്വരാരാധന, സദ്വൃത്തം പാലിച്ച് അവർ മുന്നോട്ട് പോകാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവരിലേക്ക് നമ്മൾ ചിലപ്പം ഫാമിലി മെമ്പേഴ്സ് ചേർന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പെട്ടെന്ന് ദേഷ്യം വരാൻ പാടില്ല. അവർക്ക് ശാന്തമായ ഒരു മാനസികാവസ്ഥ അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഫാമിലി മെമ്പേഴ്സിനെ കൂടി ഉത്തരവാദിത്തം. പ്രത്യേകിച്ചും സ്ത്രീകളെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഇതിൽ നിന്ന് മാറിയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു ആർത്തവകാലത്തിൽ വരുന്ന അവരുടെ ഒരു മൂഡ് സ്വിങ്സ് ഉണ്ട്, അതേപോലെ പ്രഗ്നൻസി ടൈമിൽ ഓരോ ട്രൈമസ്റ്ററിലും വരുന്ന മൂഡ് സ്വിങ്സ് ഉണ്ട്. ഇവരുടെ ഹോർമോണൽ ചേഞ്ച് വരുമ്പോഴെല്ലാം വരുന്ന ചില പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പുരുഷന്മാരെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിലും അവരുടെ ആ ഒരു ടീനേജിൽ കുഞ്ഞുങ്ങൾക്ക് വരുന്ന ചില മൂഡ് സ്വിങ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ശരിക്കും എത്രത്തോളം ഫാമിലി മെമ്പേഴ്സ് അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ആ സമയത്ത് അവരുടെ ഒപ്പം നിൽക്കുന്നു. കാരണം ഈ സമയത്ത് അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും, ഇതെല്ലാം പെട്ടെന്ന് അവർ കറക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. പക്ഷേ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഒരു പക്ഷേ അവരെ എന്ത് ചെയ്തു പോകുന്ന അവർക്ക് തന്നെ അറിയത്തില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ വരാം. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് അവർക്ക് പ്രാണായാമങ്ങളും ധ്യാനവും ഒക്കെ പറഞ്ഞു പഠിപ്പിച്ച് ശീലിച്ച് അവർക്ക് യോഗയിലെ യമനിയമാദികളൊക്കെ ഒന്ന് പഠിപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ആ ഒരു സ്വാഭാവികതയെ നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ? വിട്ടിയൻ ചന്ദ്രൻ നായർ, പേയാടാണ് മാഡം. ഓക്കെ, സംസാരിച്ചോളൂ. ഡോക്ടറെ, ഞാനൊരു പൊതുവായിട്ടൊരു കാര്യമാണ് ചോദിക്കുന്നത്. അസുഖങ്ങൾ വരാതിരിക്കാനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് ഭക്ഷണം ഒരു പ്രധാന ഘടകമാണ്. അതിൽ നാടൻ ഭക്ഷണങ്ങൾ നല്ലൊരു ശതമാനം പേര് ഉപയോഗിച്ച് കാണുന്നില്ല. ചക്ക, മാങ്ങ, പപ്പായ, ജാമ്പയ്ക്ക, പുളി, മുരിങ്ങയ്ക്ക, മുരിങ്ങയില, നിരവധി ഇനത്തിലുള്ള ചീരകൾ, വാഴപ്പിണ്ടി, വാഴക്കൂമ്പ്, പയറില, മത്തങ്ങയില, ഇവയൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇതെല്ലാം നമ്മളെ നാട്ടിൽ പാഴായി പോവുകയാണ്. അതിന് പകരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കീടനാശിനികൾ തളിച്ച സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരു പ്രവണത. എവിടെ നോക്കിയാലും മാങ്ങ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിളപ്പിശാല മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ എല്ലാ മാവിന്റെ മൂട്ടിലും മാങ്ങ ഇങ്ങനെ പഴുത്തു വീഴുന്നതല്ലാതെ അതിനെ എന്താന്ന് വെച്ചാൽ പറിച്ച് ഉപയോഗിക്കുന്നില്ല. നാടൻ സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല മാഡം നമ്മുടെ ആൾക്കാര്. കറക്റ്റാണ് ആ പറഞ്ഞത്. എന്തായാലും വളരെ സന്തോഷം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് തന്നെ ഒരു കോള് കിട്ടിയതിൽ. എന്തായാലും ഈ പറഞ്ഞത് ഞാനും പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ സിറ്റി ലൈഫിൽ താമസിക്കുന്നവരൊക്കെ ഇതൊക്കെ പണം കൊടുത്ത് വാങ്ങി കഴിക്കുകയും ഇത്രയും ഗ്രാമപ്രദേശത്തിൽ ഇത് സുലഭമായിട്ട് കിട്ടിയിട്ട് പോലും അത് ഉപയോഗിക്കാതെ അതിന്റെ ഗുണം മനസ്സിലാവാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഗുണം മനസ്സിലാവുന്ന ഒരാളാണ് വിളിച്ചതിൽ സന്തോഷമുണ്ട്. കാരണം ഈ പല വെറൈറ്റി ഡിഷുകൾ കഴിക്കാൻ ഇപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം. കാരണം നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്താൻ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചില്ലി ചിക്കനും പൊറോട്ടയാണ് ഇഷ്ടം. അപ്പൊ അതിന് കൈ ഉയർത്താൻ കുട്ടികൾ എപ്പോഴും ഫ്രണ്ടിലുണ്ടാവും. അത് കേൾക്കുമ്പോഴേ അവരുടെ വായിൽ വെള്ളം ഊറാൻ തുടങ്ങും. പക്ഷെ അത് അതിനകത്ത് ചേർക്കുന്ന ചില വിഷാംശങ്ങളാണ് അതിന്റെ കാരണം എന്നുള്ളത് ആ കുഞ്ഞുങ്ങൾ പോലും അറിയാതെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ പറയുന്നത് പോലെ ന്യൂഡിൽസ് പോലുള്ള സാധനങ്ങൾ, അത് വീറ്റ് ന്യൂഡിൽസ് ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്ത ന്യൂഡിൽസും അതിനകത്ത് ചേർക്കുന്ന മറ്റു പ്രശ്നങ്ങളും വിഷാംശങ്ങളും ഒക്കെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ദോഷം ചെയ്യുന്നുണ്ട്. ഈ വെറൈറ്റി ഡിഷുകളുടെ പുറകെ പോകുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. ഈ പറഞ്ഞതുപോലെ ഈ ഫോറിൻ ഡയറ്റ് പാറ്റേണിലേക്ക് പോകാതെ നമ്മുടെ ഭക്ഷണ രീതികളിലേക്ക് തിരിച്ചു വരേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജീവിതശൈലീജന്യ രോഗങ്ങളും നമ്മളായിട്ട് വരുത്തി തീർക്കുന്ന ഒരുപാട് രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനാവും. ഓക്കെ മാഡം, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം. ഓക്കെ മാഡം. ഓക്കെ, നന്ദി മാഡം. നമ്മൾ ഈ ശ്രോതാവ് പറഞ്ഞ പോലെ തന്നെ ഈ ആഹാരം എന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. വിരുദ്ധാഹാരങ്ങൾ എന്നൊരു കാര്യം ആയുർവേദം പറയുന്നുണ്ടല്ലോ. ചില ആഹാരങ്ങളുടെ കൂടെ മറ്റു ചില ആഹാരങ്ങൾ ചേരില്ല, അതുകൊണ്ട് അത് ഒരുമിച്ച് ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ മലയാളികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന വിരുദ്ധാഹാരങ്ങൾ? ഉദാഹരണം പറയാമോ? വിപരീത സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഈ ഗുണങ്ങളുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുമിച്ച് കഴിക്കുകയോ ഭക്ഷണ പദാർത്ഥങ്ങൾ അവയ്ക്ക് യോജിക്കാത്ത തരത്തിലുള്ള സമയത്തോ ദോഷകരമായിട്ട് നമ്മൾ പാകം ചെയ്തോ കഴിക്കുകയോ ഒക്കെ ചെയ്താൽ അത് വിരുദ്ധാഹാരമാവും. ഇത് നമ്മൾ രണ്ടും നോക്കണം. ഈ കോമ്പിനേഷൻ ഓഫ് ഫുഡ് ഐറ്റംസ് ആണ് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പൊ അത് ഒന്നുകിൽ അതിന്റെ സ്വഭാവങ്ങൾ വിരുദ്ധമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഗുണങ്ങൾ വിരുദ്ധമായിരിക്കും. അത് ഒരുമിച്ച് ചേർക്കുന്നതിലാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ തണുത്ത ചോറിൽ നെയ്യൊഴിച്ച് കഴിക്കുക, അത് ഒരു വിരുദ്ധാഹാരമാണ്. പിന്നെ പുതിയതും പഴയതുമായ ഭക്ഷണം ചേർത്ത് ഉപയോഗിക്കാം. ഇന്ന് വീടുകളിൽ
നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, ഭക്ഷണശാലകളിലും കാണുന്ന കാര്യമാണ്. പഴയ സാധനങ്ങൾ ഫ്രിഡ്ജിലുണ്ടാവും, അതിനെ ചൂടാക്കിയിട്ട് പുതിയ സാധനത്തിന്റെ കൂടെ ചേർത്ത് കഴിക്കുക. കഴിയുന്നതും ഫ്രിഡ്ജ് ഉപയോഗിക്കരുതെന്നൊക്കെ നമുക്ക് പറയാനൊന്നും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറ്റത്തില്ല. മിനിമം അതിനെ ചൂടാക്കാതെ കുറച്ച് സമയം മുന്നേ എടുത്തു വെച്ചിട്ടെങ്കിലും അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു സമയത്തേക്ക് കൊണ്ടുവന്നിട്ടതിനെ കഴിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പിന്നെ പച്ചയായതും പഴുത്തതുമായ ഭക്ഷണം ചേർത്ത് കഴിക്കുക ഭയങ്കര വിരുദ്ധമായി തീരും അത്. കാരണം ഈ പച്ച മാങ്ങയും പഴുത്ത മാങ്ങയും കൂടെ ചേർത്ത് അങ്ങനെ ഒക്കെ ആളുകൾ ചെയ്യുന്നുണ്ട്, വെറൈറ്റി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതുപോലെ പാകം ചെയ്തതും ചെയ്യാത്തതുമായ ഭക്ഷണം ചേർത്ത് കഴിക്കുക. ഇപ്പം കാച്ചിയ മോരും പച്ചമോരും കൂടെ ചേർത്ത് കഴിക്കുക. അപ്പം നന്നായി ഉറകൂടാതെ മോരെടുക്കുക. ഇപ്പം രാവിലെ തന്നെ പാലൊഴിക്കുക, അതിനെ എന്നിട്ട് തൈരാണ് മോരാണെന്ന് പറഞ്ഞ് കഴിക്കുക. അതൊന്നും തൈരല്ല. പിന്നെ ഈ തൈരിൽ തന്നെ വെണ്ണ കടഞ്ഞു മാറ്റാതെ വെള്ളം ചേർത്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മോരായി എന്നൊരു രീതിയുണ്ട്. പക്ഷെ അതും ശരിയല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു മൊത്തമൊന്നും ഒരു വീടുകളിലും ഇല്ല വെണ്ണ കടഞ്ഞു മാറ്റാനായിട്ട്. മിനിമം മിക്സി ഉണ്ടാവുമല്ലോ. 4 ഇരട്ടി വെള്ളം ചേർത്ത് അതിന്റെ മുകളിലുള്ള ആ മഞ്ഞ കളറിലെ വെണ്ണയൊന്നെടുത്ത് മാറ്റിയതിന് ശേഷം അത് മോരാക്കിയാലേ അത് മോരാവൂ, എന്നാലേ അത് സംഭാരമാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ കഴിച്ചാൽ നല്ലതാണ്. പിന്നെ തൈരിന്റെ ഒരു ഉപയോഗം, തൈര് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണെങ്കിൽ പോലും രാത്രിയിൽ തൈര് കഴിച്ചൂടാ. നേരത്തെ പറഞ്ഞതുപോലെ ഈ സമയം തെറ്റിയുള്ള ഭക്ഷണക്രമവും വിരുദ്ധാഹാരം പോലെ തന്നെയാവും. അത് തെറ്റായ ഒരു രീതിയാണ്. രാത്രിയിൽ തൈര് ഉപയോഗിക്കരുത്. ഇനി തൈര് പകൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നെല്ലിക്കച്ചാറോ പയറുചാറോ ഒക്കെ ചേർത്ത് കഴിക്കണം എന്നാണ്. നമുക്കറിയാം സദ്യക്ക് ഇരിക്കുമ്പോൾ പോലും മോരേറിയും പച്ചമോരും ഒക്കെ കൊണ്ടിരുന്ന സമയത്ത് ആ ഓലൻ വിളമ്പുന്നത് അല്ലേ, അതാണ് ആ പയറുചാറ് ചേർത്ത് കഴിക്കാനാണ് അത് ആ സമയത്ത് വിളമ്പുന്നത്. പക്ഷേ ഇപ്പൊ നമ്മൾ അങ്ങനെയൊന്നും അല്ല, ആ സാധനം നമ്മൾ തൊടുക പോലും ഇല്ല. കാരണം അതൊരു എരിയും പുളി ഉപ്പൊന്നും ഇല്ലാത്തൊരു സാധനമല്ല, നമ്മൾ അവിടെ വെച്ചിട്ട് വരും. ഇതെല്ലാം വളരെ ശാസ്ത്രീയമായിട്ടാണ് പണ്ടുള്ളവർ ചെയ്തു വന്നിരുന്ന ഒരു രീതി. അപ്പൊ അതിലേക്ക് നമ്മൾ തിരിച്ചു പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ പുളിപ്പുള്ള ഭക്ഷണവും പാലിനോട് ചേർത്ത് കഴിക്കുക. ഇപ്പൊ മിൽക്ക് ഷേക്സ് വളരെ കോമൺ ആണ്. അപ്പൊ മധുരമുള്ള ഒരു ഫ്രൂട്ടും പാലും കൂടെ ചേർക്കാന്ന് വെച്ചാൽ ദോഷം വരില്ല. പക്ഷേ നേരെ മറിച്ച് പുളിപ്പുള്ള ഒരു ഫ്രൂട്ട്, ഇപ്പം മാങ്ങ തന്നെ എടുക്കുന്നു, പുളിപ്പുള്ള ഒരു മാങ്ങ, അതിലധികം പഞ്ചസാരയെ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു സാധനം, പിന്നെ അതിന്റെ കൂടെ പാലും ചേർത്ത്, അപ്പൊ അത് വിരുദ്ധാഹാരമാവുന്നു. പിന്നെ അതേപോലെ ഈ ടൊമാറ്റോ ചേർത്ത സലാഡുകൾ അത് വളരെ പ്രശ്നമാണ്. പിന്നെ ഈ മിൽക്ക് ഷേക്സ്, ഐസ്ക്രീം, ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ചായ, കോഫി ഒക്കെ ഇതിനോടൊപ്പം കഴിക്കുക എന്നുള്ള ഒരു രീതി. പിന്നെ ചായയും കോഫിയും നമുക്ക് ഓൾറെഡി തന്നെ അറിയാം, അതിലെ ടഫൈനും കഫൈനും ഒക്കെ ദോഷമുള്ള സാധനമാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം തേയിലത്തോട്ടത്തിൽ പോയാൽ ഒരു ആഴ്ചയിൽ 3 ദിവസമാണ് അവർ പെസ്റ്റിസൈഡ്സ് അടിക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ വരും എന്ന് വിചാരിക്കാം. പക്ഷെ എവിടെയാ നമ്മൾ ഈ മല്ലിയിലയും കറിവേപ്പിലയൊക്കെ കഴുകി വൃത്തിയാക്കുമ്പോൾ ആരെങ്കിലും മഞ്ഞപ്പൊടിയോ ഉപ്പോ ഒക്കെ ചേർത്ത് കഴുകി വൃത്തിയാക്കിയൊക്കെയാണോ നമുക്ക് ഉണക്കി പൊടിച്ച് വരണേ? ഒന്നുമല്ല. അപ്പൊ ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോവുകയാണ്. അത് അങ്ങനെ ദോഷമാണ്. പിന്നെ അതിന്റെ കൂടെ പാല്, വൈകിട്ടത്തെ ഒരു രീതിയുണ്ട്, ഇപ്പൊ ചീനിയും മീനും ചേർത്ത് കഴിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതും ഓക്കെ. അതിനോടൊപ്പം പാല്, വൈകുന്നേരം പാല് ചേർത്ത ചായ, അപ്പൊ ഇതൊക്കെ ഒരു, കാരണം പാലും മീനും കൂടെ ഒരുമിച്ച് കഴിച്ചൂടാ, ഇറച്ചിയും മീനും ഒരുമിച്ച് കഴിച്ചൂടാ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മത്സ്യവും മാംസവും ഇവയോടൊപ്പം ഒന്നും ഉഴുന്ന്, ശർക്കര ഒന്നും ചേർത്ത ഭക്ഷണം അതിന്റെ ഒപ്പം കഴിക്കാൻ പാടില്ല. ഇത് സദ്യക്ക് ഇച്ചിരി ഹൈഫൈ ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോണെങ്കിൽ ഇറച്ചിയും മീനും ഒക്കെ ഉള്ള വലിയ സദ്യയായിരിക്കും. ഇപ്പം പഴയ വെജിറ്റേറിയൻ സദ്യ പോയി, അപ്പൊ അതിനോടൊപ്പം എന്തുണ്ടാവും? പായസം ഉണ്ടാവും, നമ്മളിത് കഴിക്കും. അതുപോലെ സാലഡ്സും ബിരിയാണിയും കഴിക്കുന്ന ഒരു രീതി, നെയ്യ് ചേർത്ത ഒരു ഭക്ഷണം, അതിനോടൊപ്പം ഒരു സാലഡ്. ശരിക്കും സാലഡിനകത്ത് ഒരിക്കലും തൈര് ചേർക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് നമ്മുടെ ഒരു വെറൈറ്റി ഓഫ് ഡിഷ് മാറി മാറി വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഒഴിവാക്കിയാൽ തന്നെ ഒരുപാട് രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഡോക്ടർ, ഞാൻ എന്റെ മോൾക്ക് വേണ്ടി ഒരു സംശയം ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. ഓക്കെ, ആയിക്കോട്ടെ. പക്ഷെ പേര് പറയാമോ? കൊല്ലത്ത് നിന്ന് ഗീത വിളിക്കുന്നു. ഓക്കെ, സംസാരിച്ചോ. മോളെ ആഴ്ചയിൽ 2 പ്രാവശ്യം ഇങ്ങനെ മോരിടും മുഖത്തെ. അതിൽ എത്രത്തോളം നല്ലതാണെന്ന് അറിയാൻ വേണ്ടി. ആ ഒരു സ്കിന്നിന്റെ ടെക്സ്ചർ മനസ്സിലാക്കിയാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ പുതിയതായിട്ട് കേൾക്കുക കേട്ടോ മോരിടുന്ന രീതി. തൈരാണോ ഉദ്ദേശിക്കുന്നത്? തൈരാണോ മോരാണോ? ഈ പറഞ്ഞതുപോലെ ഒരുപാട് എന്താ പറയാ, ഓയിലി സ്കിന്നാണെങ്കിൽ അത് ദോഷം ചെയ്യും, ഡ്രൈ സ്കിൻ ആണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാക്കിയാലേ, സ്കിൻ ടെക്സ്ചർ കണ്ടാലേ നമുക്കത് മനസ്സിലാക്കാനും ചെയ്യാനും പറ്റും. നമ്മൾ ഒന്നും അറിയാണ്ട് ചെയ്യുന്നതിനേക്കാളും തൊട്ടടുത്തൊരു ആയുർവേദ ആശുപത്രിയിൽ ഒന്ന് പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് ചെയ്തുകൂടെ? അതല്ലേ കുറച്ചും കൂടി നല്ലത്. അത് മോളോട് പറഞ്ഞ് മനസ്സിലാക്കും. പുറമേ ഉള്ളൊരു ലേപനമായാലും നമ്മുടെ സ്കിന്നിനെ നല്ലതാക്കാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തായാലും ഒരു ഡോക്ടറുടെ, കാരണം ഇന്നിപ്പോ ഓരോ പഞ്ചായത്തിലും നമുക്ക് ഓരോ ആയുർവേദ ആശുപത്രികൾ സർക്കാരിന്റെ അണ്ടറിൽ തന്നെ ഉണ്ട്. പലയിടത്തും 1ഉം 2ഉം സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ട് നിങ്ങൾക്ക് ഫ്രീ കൺസൾട്ടേഷൻ ആണ്, സൗജന്യമായിട്ട് മരുന്നുകൾ ലഭ്യമാണ്. പിന്നെന്തിനാ ഒറ്റയ്ക്ക് ഇരുന്ന് വീട്ടിൽ സ്വയം ചികിത്സ? അത് വേണ്ടല്ലോ. അങ്ങനെ പറയൂ മോളോട്. ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, ഉറക്കം നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഒരു പ്രധാന കാര്യമാണല്ലോ. ഉറങ്ങാതിരിക്കുന്നതും അമിതമായി ഉറങ്ങുന്നതും ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ ശരിക്കും ഉറങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
നമുക്ക് രാത്രി ചര്യ തന്നെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഭക്ഷണം കഴിച്ച് നേരത്തെ ഉറങ്ങുക എന്നുള്ള രീതി തന്നെയാണ് ഏറ്റവും പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 7:30, 8 തന്നെ, അതൊരു മാക്സിമം ആട്ടോ, ആ സമയത്തിന് മുന്നേ തന്നെ ഭക്ഷണം നേരത്തെ കഴിച്ച് നേരത്തെ ഉറങ്ങാനുള്ള ഒരു ശീലം ഉണ്ടാക്കുക. അതുപോലെ വെള്ളം കുടിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ കിടക്കുന്നതിന് തൊട്ട് മുന്നേ അങ്ങ് ഒരുപാട് വെള്ളം കുടിക്കുക, അതും നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. പിന്നെ ഈ മൊബൈൽ കണ്ട് ഉറങ്ങുന്ന ഒരു രീതി, അത് ഇന്നത്തെ ഒരു ട്രെൻഡാണ്. ഒരുപാട് സമയം മൊബൈൽ നോക്കിയിരിക്കുക. ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ തന്നെ നമ്മൾ മാറ്റി വെക്കേണ്ടതാണ്. നമ്മുടെ ഒപ്പം ബെഡിൽ വെച്ച് കിടന്നുറങ്ങേണ്ട ഒരു സാധനമല്ല. അപ്പോൾ ഗാഡ്ജറ്റ്സ് ഒക്കെ തന്നെ നമ്മൾ നേരത്തെ തന്നെ മാറ്റി വെക്കണം. പിന്നെ TV കണ്ട് ഉറങ്ങുന്ന കുറേ അമ്മമാരുണ്ട്. സീരിയലുകൾ കണ്ട് ഉറങ്ങുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങുന്നതിന് മുൻപ് നമ്മൾ അന്നത്തെ ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ആ ഒരു കോൺസെൻട്രേഷൻ, മെമ്മറി പവറും കൂടും. 2 എന്ന് പറയുന്നത് നമ്മൾ അന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചെയ്തതിനകത്ത് നമ്മൾ അസൈൻ ചെയ്ത് വെച്ചതിനകത്ത് ഏതെങ്കിലുമൊക്കെ നമുക്ക് മിസ്സായി പോയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ദിവസം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് അതൊരു ഓർമ്മപ്പെടുത്തലാവും. 3, നമ്മൾ ചെയ്തു പോയതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ പാകപ്പിഴകൾ വന്നിട്ടുണ്ടോ. ആരും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. അപ്പൊ നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചെയ്തതിനകത്ത് പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതിനെയെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഒന്ന് ഓർത്തെടുത്ത് അതിനെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നമ്മുടെ മനസ്സിനെ കൂടി ഒന്ന് പ്യൂരിഫൈ ചെയ്ത് ഉറങ്ങും മുമ്പ് ഒന്നുകൂടി നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ശക്തി തന്ന സൂപ്പർ നാച്ചുറൽ പവറിനെ നമുക്കൊന്ന് വർഷിപ്പ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഒന്ന് ഉറങ്ങാനുള്ള ഒരു, അപ്പൊ അത് മാനസികമായിട്ടുള്ള ഉന്നമനത്തിന് ഒത്തിരി നല്ലതാണ്. പിന്നെ ഒരു നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷമാണെങ്കിൽ നമ്മൾ അത്രത്തോളം നന്നായിട്ട് നമ്മുടെ ബോഡിയെ കവർ ചെയ്ത് വെച്ച് സോക്സ് വരെ ഇട്ട് കിടക്കേണ്ട ചില കാലാവസ്ഥകൾ നമുക്കുണ്ട് അല്ലേ, നല്ല തണുപ്പുള്ള കാലം. പക്ഷെ അതൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ രാത്രിയിലെ മസിൽ ക്രാംസും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നത്. ഒന്ന് പുതയ്ക്കാൻ പോലും സമയം ഉണ്ടാവില്ല, കാരണം ഉറക്കം വന്ന് അങ്ങ് അറ്റം പറ്റുമ്പോഴാണല്ലോ ഈ പോയി ഓടിച്ചെന്ന് കിടന്നുറങ്ങുന്നത്. അപ്പൊ ആ ഒരു രീതി. പിന്നെ രാത്രിയിൽ ഒരുപാട് നേരം ഉറക്കളച്ചുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ പറയുക, IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല, അവരുടെ ടൈമിങ്ങുകളെല്ലാം വ്യത്യസ്തമാണ്. അവരോടും നമുക്ക് പകൽ അത്രയും സമയം കൂടുതൽ ഉറങ്ങാനൊക്കെ പറയണം. അപ്പോൾ ഉറക്കം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മെമ്മറി പവറും നമ്മുടെ ഗ്രാസ്പിംഗ് പവറും കോൺസെൻട്രേഷനും ഒക്കെ നശിക്കും. നമ്മുടെ ആ ബ്രെയിൻ്റെ ആ ഒരു നല്ല കേപ്പബിലിറ്റിയെ നശിപ്പിക്കും, നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ നശിപ്പിക്കും. നമ്മുടെ ഇന്നവേറ്റീവായിട്ട് നമ്മൾ പകൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റാണ്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കത്തിന് അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ബ്രെയിനിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ ഒരു റെസ്റ്റ് കിട്ടുന്ന ആകെയുള്ള സമയം അത്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തെ ഒരു അല്പമെങ്കിലും സ്നേഹിച്ച് നേരത്തെ കിടന്നുറങ്ങുക. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? നമസ്കാരം, ഞാൻ വെച്ചൂരിന്ന് ഗിരിജയാണ്. ഓക്കെ, ഡോക്ടറായിട്ട് സംസാരിച്ചോ. മാഡം, എനിക്ക് 66 വയസ്സുണ്ട്. പറഞ്ഞോളൂ കേൾക്കാം. 66 വയസ്സുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇടയ്ക്ക് നടുവേദന ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് 2 മാസം മുമ്പ് പെട്ടെന്ന് നടുവേദന ഉണ്ടായി. അപ്പൊ എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് 5ാമത്തെ ഡിസ്കിന്റെ അവിടെ ശകലം പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ MRI ചെയ്തു. MRI ചെയ്തപ്പോഴത്തേക്ക് അവർ എഴുതിയിരിക്കുന്നത് നോർത്ത് ലംബാർ സ്പോണ്ടിലോസിസ് നോട്ടഡ് എന്നാണ് എഴുതിയേക്കണേ. പിന്നെ അതുകൂടാതെ സ്മാൾ ഹെമോനജിയാമ നോട്ടഡ് L2, L3 വെർട്ടിബ്രൽ ബോഡീസ് ഒന്നും എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിനെനിക്ക് കുറച്ച് മരുന്ന് തന്നത് നോറിക്കൽ വിറ്റാമിൻ D, ബെറ്റിക് ക്ലോറോഫിക്കൽ സ്പിറോഫോസോഫ്യാൻ ക്യാപ്സ്യൂള് റിസോഫോസ് 35 ആണ് തന്നത്. എനിക്ക് വേദനയ്ക്കും മരുന്ന് തന്നായിരുന്നു. വേദനയ്ക്ക് മരുന്ന് തന്നാൽ ഞാൻ 3-4 ഗുളിക കഴിച്ചപ്പോഴേക്കും വേദന കുറഞ്ഞു. പക്ഷെ ബെഡ് റെസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, അനങ്ങാണ്ട എന്നാ പറഞ്ഞത്. അപ്പൊ ഇത് നമുക്ക് ആയുർവേദത്തിന് എന്തെങ്കിലും ചൂസ് ചെയ്ത് എനിക്ക് എന്റെ പഴയ രീതിയിൽ എനിക്ക് വീട്ടുജോലികൾ മാത്രം ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി. അതിനകത്തിൽ ആ ഇംപ്രഷൻസ് എഴുതിയത് വായിച്ചത് എനിക്ക് അത്രത്തോളം വ്യക്തമായിട്ടില്ല, കാരണം അതെല്ലാം മെഡിക്കൽ ടെർമിനോളജീസ് ആണ്. ആ മെഡിക്കൽ ടെർമിനോളജീസ് നിങ്ങൾ വായിച്ചെടുക്കുമ്പോൾ വരുന്ന എനിക്ക് സ്മാൾ ഹെമൻജിയോമ എന്നൊക്കെയാണെന്ന് തോന്നുന്നു വായിച്ചത്. സ്മോൾ ഹെമൻജിയോമയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്ക് മരുന്നുകളൊക്കെ ചെയ്തും പുറമെ ലേപനങ്ങളൊക്കെ ചെയ്തും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഉള്ളിലേക്ക് മരുന്ന് തന്നും ഒക്കെ ചെയ്യാൻ പറ്റും. ഈവൻ ഇൻഡെവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സിന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിച്ച് മാത്രം പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില അവസ്ഥകളുണ്ട്. ഉള്ളിലേക്ക് മരുന്നുകൾ മാത്രം തന്നിട്ട് ചികിത്സകൾ ചില കേസിൽ വേണ്ട, ചില കേസുകളിൽ നമുക്ക് ചികിത്സ വേണ്ടി വരികയും ചെയ്യും. അപ്പൊ കൃത്യമായിട്ടും ആ ഒരു റിപ്പോർട്ടുമായിട്ട്, കാരണം ഈ റിപ്പോർട്ട് മാത്രം വെച്ചിട്ട് നമുക്ക് ഒരാളെ ചികിത്സിക്കാൻ കഴിയില്ല. അപ്പം MRI റിപ്പോർട്ട് നിങ്ങൾക്കുണ്ട്, റിപ്പോർട്ട് നിങ്ങളുടെ കൈവശമുള്ളത് വെച്ചിട്ട് നിങ്ങളൊന്ന് പോയിട്ട് തൊട്ടടുത്തുള്ള ഒരു ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ പോയാൽ മതിയല്ലോ. എല്ലായിടത്തും ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാ പഞ്ചായത്തും, നിങ്ങൾ താമസിക്കുന്ന പഞ്ചായത്തിലും ഒരു ഡോക്ടർ ഉണ്ടാവണം. അവിടെ പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറോട് ചോദിക്കുക. അവർക്കാവുമ്പോൾ നേരിട്ട് നിങ്ങളുടെ ക്ലിനിക്കൽ ഫൈൻഡിങ്സും കൂടെ നോക്കി മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ബോഡിയെ എക്സാമിൻ ചെയ്ത് ക്ലിനിക്കൽ ഫൈൻഡിങ്സും കൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന മരുന്നുകൾ പോരാതെ ആയുർവേദത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഡോക്ടർക്ക് കൃത്യമായിട്ട് നിങ്ങളോട് പറയാൻ സാധിക്കും. അപ്പൊ ആ റിപ്പോർട്ടുമായിട്ടൊന്ന് നേരിട്ട് ഡോക്ടറെ കാണണം എന്നുള്ളതാണ്. കാരണം ഇതിനൊക്കെയുള്ള ചികിത്സകൾ ആയുർവേദത്തിൽ ഉണ്ട് എന്നുള്ളത് മാത്രമേ എനിക്കിപ്പോൾ ഫോണിലൂടെ നിങ്ങളോട് പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. ഈ
കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഞാൻ വീണിട്ടൊന്നുമില്ല, പക്ഷെ എന്റെ അസ്ഥിക സ്വല്പം പൊട്ടലുണ്ട് എന്നാ പറഞ്ഞത്. ഞാൻ വീണിട്ടില്ല. ഓക്കെ, വീഴാതെ തന്നെ പൊട്ടലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ബോണിനെ ഒന്നും പൊട്ടലോ പ്രശ്നങ്ങളോ ഒന്നും വരാതിരിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ആഹാര ക്രമീകരണത്തിന് എല്ലാ ദിവസവും കുറച്ച് എള്ളൊക്കെ കഴിക്കുക എന്നുള്ളതൊരു നമ്മുടെ ദിനചര്യയുടെ ഭാഗമാട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ കഴിക്കുന്നില്ല. എള്ളെന്ന് പറയുന്ന പ്രാണനാണ് ശരിക്കും. എള്ള് കഴിക്കുക എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ എല്ലിനും മുടിക്കും ഒക്കെ നല്ല ശക്തി കിട്ടുന്ന ഒന്നാണ്. അപ്പൊ പാല് കഴിക്കുക, കാൽഷ്യം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒന്ന് പാലാണ്. പലപ്പോഴും നമ്മൾ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാല് കുടിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ബോൺസിന്റെ ഡെൻസിറ്റി കുറഞ്ഞിട്ടൊക്കെ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ്. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ ഡോക്ടറെ ചെന്ന് കണ്ടിട്ട് തന്നെ നമ്മൾ ചികിത്സ ചെയ്യണം ഇനിയിപ്പോ. പക്ഷെ ഇനിയും വീണ്ടും വീണ്ടും ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ആഹാരത്തിൽ നല്ല പച്ചക്കറികളും പഴങ്ങളും ഇലവർഗ്ഗങ്ങളും അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എള്ളും പാലും ഒക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി പോകും. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ആയുർവേദ ഡോക്ടേഴ്സിനെ ആൾക്കാർ സമീപിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നീർക്കെട്ടായിരിക്കുമല്ലോ. ഈ നീർക്കെട്ട് എന്ന് പറയുന്നത് ഒരു രോഗമാണോ അതേ രോഗലക്ഷണമാണോ? അത് രണ്ട് തരത്തിലും വരാം. പൊതുവേ നമുക്കൊരു വേദനയോട് കൂടിയ ഇൻഫ്ലമേഷൻസ് വരും ചില കേസിൽ ഒരു ഇതും ഇല്ലാണ്ട് വെറുതെ നീര് വരാം. ഈ നീര് വരുന്നത് പല കാരണങ്ങളുണ്ട്. ഇപ്പം കിഡ്നി പ്രോബ്ലംസ് വരെ വരുന്ന പല കേസിലും നമുക്ക് നീര് ഒരു സിംറ്റം ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ലിവർ ഡിസോർഡേഴ്സിലൊക്കെ തന്നെ പലപ്പോഴും പല ഭാഗങ്ങളിലായിരിക്കും നീര് വരിക. ജോയിന്റ്സിലായിരിക്കണം എന്നില്ല, ഇപ്പൊ വയറിൽ നീര് കെട്ടി എന്നൊക്കെ പറയുന്ന രീതിയുണ്ട്. ഇതെല്ലാം അവരുടെ ഒരു കൊളോക്കൽ ലാംഗ്വേജ് ആണ്, ഈ നീർവീഴ്ച, നീർക്കെട്ടൽ എന്നൊക്കെ പറയുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഒരു ഇൻഫ്ലമേഷൻസ് ആണ്. അത് സിംറ്റമായിട്ടും വരും, ഒരു രോഗമായിട്ടും വരും. അപ്പൊ അത് ഏതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ചികിത്സ കൃത്യമായിട്ട് നമുക്ക് ആയുർവേദത്തിൽ ചെയ്യാൻ പറ്റും. ചികിത്സ ആയുർവേദത്തിൽ കിട്ടും എന്നുള്ള ഒരു തീർച്ച കൊണ്ടാണ് അവർ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു, മെച്ചപ്പെട്ട ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന്. അപ്പോൾ പൊതുവിൽ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് മാഡം പറഞ്ഞത്. എങ്കിലും ആൾക്കാർക്കൊരു സന്ദേശം എന്നുള്ള രീതിക്ക് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് എന്താണ് മാഡത്തിന് പറയാനുള്ളത്? എൻ്റെ അഭിപ്രായത്തിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് ഒഴികെ ബാക്കി വരുന്ന എല്ലാ രോഗങ്ങളും അത് നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കുന്ന രോഗങ്ങളാണ്. നമ്മുടെ ദിനചര്യയും ഋതുചര്യയും ഒന്നും പാലിക്കാതെ, സ്വസ്ഥവൃത്തം എന്ന് പറയുന്നത് അതായത് നമ്മുടെ മാനസികമായിട്ടുള്ള ഉന്നമനം ഒന്നുമില്ലാതെ മറ്റൊരാളോട് ദേഷ്യപ്പെടുക, സത്യം അല്ലെങ്കിൽ സദ്വൃത്തം ഇതൊന്നും പാലിക്കാതെ പെട്ടെന്ന് ദേഷ്യം വരുന്നു, ശാന്തമായ സ്വഭാവം ഇല്ലാതെ വരുന്നു, മാനസിക പിരിമുറുക്കം, ഈശ്വരാരാധന ഇല്ലാതെ വരുന്നു, യോഗയോ പ്രാണായാമമോ ഒന്നും ചെയ്യാതെ ഒരു ലൈഫ് ലീഡ് ചെയ്തിങ്ങനെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കുന്ന കുറേയധികം രോഗങ്ങളുണ്ട്. അപ്പൊ അത്തരം രോഗങ്ങളെയെങ്കിലും നമുക്ക് പ്രിവെന്റ് ചെയ്തുകൂടെ? എന്തിനാണ് നമ്മളൊരു രോഗം വന്ന് ചികിത്സ തേടാനായിട്ട് കാത്തിരിക്കുന്നത്? അതിനു മുൻപേ തന്നെ നമുക്ക് രോഗം വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നമ്മൾ ചെയ്ത് നമുക്ക് നല്ല ആരോഗ്യവാന്മാരായിട്ട്, മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ആരോഗ്യമുള്ളവരായിട്ട് മുന്നോട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും സമയം മെച്ചപ്പെട്ട ആരോഗ്യത്തിന് അനുവർത്തിക്കേണ്ട ആയുർവേദ ചര്യകളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ദേശീയ ആരോഗ്യ ദൗത്യം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമിക കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവനാണ്. ഡോക്ടർക്കും പരിപാടിയിലേക്ക് വിളിച്ച ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റു ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. മെച്ചപ്പെട്ട ആരോഗ്യത്തിന് ആയുർവേദ ചര്യകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് ദേശീയ ആരോഗ്യ ദൗത്യം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് MS ആശ. സാങ്കേതിക സഹായം ശ്രീജ കെ ഉണ്ണികൃഷ്ണൻ, വർഗീസ് ജോർജ്. ഒപ്പം സ്റ്റുഡിയോയിൽ ശോഭ BT, ഗായത്രി ദേവി. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി പൂർണ്ണമാകുന്നു.